ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മീൻപുളി വറ്റിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിന് മത്തി ചാള എന്നൊക്കെ പറയുമല്ലോ, ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മീൻ. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, ഒരു ലേശം ഒരു തുണ്ട് ഇഞ്ചി അരിഞ്ഞത്, ഒരു 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു സബോള അരിഞ്ഞത്, കുറച്ച് ചെറുള്ളി, ഒരു കൈപ്പിടിയോളം, ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇനി റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുക്കാവേ. ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കൈപ്പിടിയോളം ഇതിന് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടിയോളം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിനി മൂത്തൊന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ഒരു കൈപ്പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതുവരെയ്ക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കിതിലോട്ട് ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനെല്ലാം ഈ ഒരു കയ്യിലിൻ്റെ അളവിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ തന്നെ ഒന്ന് അടുക്കി പിടിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നാരങ്ങ വലുപ്പത്തിൽ പുളി സോക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വെള്ളം അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക, കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് മീനാണെങ്കിലും ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കറി ഇതുപോലെ മത്തിയും അതുപോലെ തന്നെ ഉണക്കമീനുണ്ടല്ലോ അതും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ പൊട്ടാതെ തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇതിന് മീൻ കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനും വേണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.